വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് സൂത്താറ പ്രാർത്ഥന മുതൽ ഞായറാഴ്ച വൈകുന്നേരം 6 മണി സൂത്താറ പ്രാർത്ഥന വരെ നമുക്ക് ശാബതാണ്. ശാബത് ദിവസം അതിവിശുദ്ധമായിട്ടാണ് നമ്മൾ ക്രിസ്ത്യാനികൾ ആചരിക്കുന്നത്. അത് പല രീതിയിലാണ് ആചരണം. ഇന്ന് 36 വർഷം മുമ്പ് ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഓർമ്മ ദിനമായിരുന്നു. ഞങ്ങൾ മക്കളെല്ലാവരും ഒന്നിച്ചുകൂടി അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ഖബറിങ്കിൽ വരും. എന്തിനാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. ഖബർ വൃത്തിയാക്കാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിലെ സഹായിയെ പറഞ്ഞയച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, സാറേ, ഇത് എത്ര നാൾ നിങ്ങളിങ്ങനെ ഈ പ്രാർത്ഥന നടത്തും? അപ്പോൾ അവർക്ക് ആ പ്രാർത്ഥനയിൽ വിശ്വാസമില്ലാത്ത ഒരു ക്രിസ്തീയ സമൂഹമായിരുന്നു. കാരണം മരണാനന്തര ശുശ്രൂഷകൾ നടത്താത്തവരുമുണ്ട്. ഇങ്ങനെ പല രീതിയിലാണ് ക്രിസ്ത്യാനികൾ. ഈ മരണാനന്തര ശുശ്രൂഷ നടത്തുമ്പോൾ യാക്കോബായക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം അവരെല്ലാ വർഷവും ആ ഖബറടക്കം ചെയ്തിരിക്കുന്ന ഖബറിൻ്റെ അവിടെ വന്ന് ധൂപപ്രാർത്ഥന നടത്തും. ഇങ്ങനെ ധൂപപ്രാർത്ഥന നടത്തി കഴിഞ്ഞതിന് ശേഷം അവർ പഴവും നെയ്യപ്പവും പ്രാർത്ഥിച്ച് ഭക്ഷിക്കും. അതിൻ്റെ കഥ ഞാൻ മുമ്പേ പറഞ്ഞു തന്നതാണ്. എന്തിനാണ് ഈ പഴവും നെയ്യപ്പവും, ആദ്യം പഴവും പിന്നീട് നെയ്യപ്പവും കഴിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാൻ വയ്യെങ്കിൽ ഞാൻ അടിയനെയും പറഞ്ഞു തരാം. അറിയാൻ വയ്യാത്തവരെ വീഡിയോയിലൂടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ അടുത്ത വീഡിയോ അത് ഇട്ട് തരാം. പിന്നീട് ഈ വ്യക്തി ചോദിച്ചതിന് ഉത്തരം സാറ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഇപ്പം 36 വർഷമായില്ല സാറേ, ഇത് എത്ര നാളെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുള്ളിടത്തോളം കാലം ഞങ്ങൾ നടത്തും, അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കൾ നടത്തും, അനുസ്മരണം ഞങ്ങൾ ഒരിക്കലും മറക്കാറില്ല. അതായിരിക്കണം നമ്മുടെ വിശ്വാസം. ഞങ്ങളുടെ മാതാപിതാക്കൾ ഈ ലോകവാസം വിട്ടുപോയപ്പോൾ വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടുകൂടിയാണ് പോയത്. കാരണം അവരുടെ മക്കളെല്ലാം വിശ്വാസത്തിലും അവരെ മക്കളെക്കുറിച്ച് ആഗ്രഹിച്ച പ്രകാരം ഉന്നത വിദ്യാഭ്യാസത്തിലും നല്ല നിലവാരത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും കഴിഞ്ഞു പോകുന്നതുകൊണ്ടാണ്. എൻ്റെ മൂത്ത സിസ്റ്റർ തൃശ്ശൂരായിരുന്നു. മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഹെഡ് മിസ്ട്രസ്സാണ്. അവരും കുടുംബസമേതം വന്നിരുന്നു. ഞാനും എൻ്റെ സഹോദരനും മണർകാട് സെൻറ്റ് മേരീസ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തവരാണ്. എൻ്റെ ഒരു അനുജത്തി ഡോക്ടർ ഷീന പുന്നൻ FFAR CS, അവർ കാനഡയിലാണ്. പക്ഷേ എല്ലാവരും ഈ ഓർമ്മ പ്രാർത്ഥന അവരവരായിരിക്കുന്ന സ്ഥലത്ത് നിർവഹിക്കാറുണ്ട്. ഞങ്ങൾ ഈ മണർകാട് കോളേജിലെ അധ്യാപകരായിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് മേൽപ്പട്ടക്കാരും പട്ടക്കാരും ഞങ്ങളുടെ പ്രിയ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ആ വിദ്യാർത്ഥികൾ വന്ന് ഞങ്ങളുടെ പിതാവിൻ്റെ ഖബറിങ്കിൽ ധൂപം വയ്ക്കുമ്പോൾ എന്ത് ആത്മാർത്ഥതയോടെയാണെന്നറിയുമോ ഞങ്ങൾ അവരുടെ ഇരിക്കുന്നത്. കാരണം ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, എവിടെ കണ്ടാലും ഓടി വന്ന് ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളോട് ഇടപഴകണം. ആ ഒരു സ്വാതന്ത്ര്യം ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി തന്നെ ഇന്ന് ഒരു വൈദികൻ വന്ന് ഞങ്ങളുടെ പിതാവിൻ്റെ ഖബറിങ്കിൽ ധൂപം വെച്ചു. വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ആ ധൂപപ്രാർത്ഥന സംബന്ധിച്ചത്. എന്റെ ശരീരം ഭക്ഷിച്ച് പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കാത്ത അന്നരുളിനു മഹത്വം മുറിയോറാകെ മേലേനു വാതാരേ മരമതിനുയിരേ കർത്താവേ കിട്ടിയ നിന്റെ വരം ധൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടേണം. ധൂപപ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ എൻ്റെ മൂത്ത സിസ്റ്റർ ഞാൻ പറഞ്ഞല്ലോ, ഒരു സംശയം കൊണ്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് സംശയ നിവാരണം വരുത്താൻ പറ്റിയ കുറച്ച് വൈദികരെ കണ്ടപ്പോൾ ചേച്ചി ചോദിച്ചു, നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ കുറേ പേര്, അതായത് യാക്കോബായ ഓർത്തഡോക്സുകാരെല്ലാം വൈദികരും മേൽപ്പട്ടക്കാരും പട്ടക്കാരും ശിരോവസ്ത്രം അല്ലെങ്കിൽ തൊപ്പി ധരിക്കാറുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് മറ്റുള്ള സഭക്കാർ ഇത് ചെയ്യാത്തത്? ഇതൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു വൈദികൻ നല്ല ആൻസർ കൊടുത്തു. കാരണം സംശയ നിവാരണം വരുത്തുന്ന രീതിയിൽ വേണം നമ്മൾ ആൻസർ കൊടുക്കാനായിട്ട്. കൂടി നിന്ന് ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി അച്ഛൻ പറഞ്ഞു കൊടുത്തത്.
അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? എന്നെ ശ്രവിക്കുന്ന വൈദികരുണ്ട്, മേൽപ്പട്ടക്കാരുണ്ട്, അൽമായക്കാരുണ്ട്, എല്ലാവരുമുണ്ട്. അപ്പോൾ മക്കൾ ദൈവവിശ്വാസത്തിലായിരിക്കുകയും പരസ്പരം സ്നേഹത്തിലായിരിക്കുകയും ചെയ്താൽ മൺമറഞ്ഞു പോയ മാതാപിതാക്കൾക്ക് വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ അറിയാവുന്ന ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മാതാപിതാക്കൾക്കും സന്തോഷം കൊടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.